ഗ്രേപ്പ് വൈൻ 1 വർഷം മുമ്പിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. ഒഴിക്കുന്നതിന് മുമ്പേ നോട്ടീസ് ചെയ്തോ, ഇതിവിടെ വരെ നിറച്ചിട്ടുണ്ട് കണ്ടോ. ഒട്ടും ഓക്സിജൻ എയറുമായിട്ട് കോണ്ടാക്റ്റ് ആവരുത് വൈൻ റെഡിയായി കഴിയുമ്പോൾ. അതുകൊണ്ട് ഇത് മേളി വരെ നിറയ്ക്കും. പക്ഷെ ഫെർമെൻറ്റേഷൻ സമയത്ത് നമ്മൾ അത്രയും നിറയ്ക്കത്തില്ല, കുറച്ചേ നിറയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങോട്ട് ഒഴിക്കും. കളറ് കണ്ടോ, ഞാൻ പറഞ്ഞതിൻ്റെ തൊലി കൂടെ ഇട്ടാണ് നമ്മളിതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ ഇട്ടത്, അതുകൊണ്ടാണ്. എന്നാ ഡാർക്ക് കളറാണ്, കോൺകോർഡ് ഗ്രേപ്സ്. അപ്പോൾ ഇത് കുടിക്കുന്നതിന് മുമ്പേ എപ്പോഴും നമ്മളിങ്ങനെ ഒന്ന് കറക്കണം. അപ്പം ഓക്സിജനുമായിട്ട് മിക്സപ്പ് ആയിട്ട് അത് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാകും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനു മുമ്പ് എയർ ഇല്ലാതിരിക്കില്ല, എയറുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്നതല്ലേ. സോ ഗ്ലാസ്സിലിട്ട് നമ്മൾ കുടിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് കറക്കിയിട്ടേ കുടിക്കാവുള്ളൂ. ഓരോ സിപ്പ് എടുക്കുമ്പോൾ എന്നെ നല്ല മണമാണെന്നറിയോ, നല്ല റിയൽ വീട്ടിലുണ്ടാക്കിയതല്ലേ, റിയൽ വൈൻ മണം. അത് തന്നെ അഡിക്ഷൻ ആക്കും നമ്മളെ. പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഒരു ലേഡിക്ക്, ഒരു സ്ത്രീക്ക് 1 ഗ്ലാസ് ഒരു ദിവസം കുടിക്കാന്ന്, ആൽക്കഹോൾ കണ്ടന്റ് അനുസരിച്ച്. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്തു. നല്ല സ്മൂത്ത് വൈന്, സ്മൂത്താണ് വൈന്. മധുരം, ഓവർ മധുരം ഒന്നുമില്ല. അത് ഇച്ചിരി മധുരമല്ലേ, കുറച്ച് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാരണം ഇത് സ്വീറ്റ് പെർഫെക്റ്റ്, ഓവർ സ്വീറ്റ് അല്ല, പെർഫെക്റ്റ് വൈൻ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ മാറി നിൽക്കും, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ വൈനിൻ്റെ കൂടെ ഒരു സ്ലൈസ് കേക്ക് കൂടെ കഴിയും. വൈനും കേക്ക് നല്ല കോമ്പിനേഷനാണ്. ഇത് വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോവാം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഗ്രേപ്പ് വൈൻ എങ്ങനെ ഉണ്ടാക്കുക എന്നാൽ. 7 ദിവസം കഴിയുമ്പോൾ ഫസ്റ്റ് ഫെർമെൻറ്റേഷൻ കഴിയത്തേ ഉള്ളൂ. റിയൽ വൈൻ കഴിക്കണമെങ്കിൽ കുറച്ച് നാൾ വെച്ചേക്കണം. വെച്ചിരുന്ന് പഴകി വരുമ്പോഴാണ് അതിന് ടേസ്റ്റും മണവും ഒക്കെ വരിക. അറിയാമല്ലോ എല്ലാവർക്കും. കുപ്പിയൊക്കെ ഞാൻ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരുന്ന ബോട്ടിൽസൊക്കെ കളയാതെ വെച്ചേക്കും. അങ്ങനെ ആ കുപ്പികളിൽ ഒഴിച്ച് വെക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം ഇട്ട വൈനാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ വർഷം ഇട്ട് വെക്കുന്നതെല്ലാം അടുത്ത വർഷമോ അത് കഴിയുമ്പോഴൊക്കെ എടുക്കത്തുള്ളൂ. അങ്ങനെ ഇരുന്ന് പഴകുമ്പോൾ സോ ഗുഡാണ്. നല്ല സ്മൂത്ത് വൈൻ കുടിക്കാൻ പറ്റും. വൈൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ വൈൻ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിപ്പം മിക്ക കടകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. സാധാരണ ഈസ്റ്റ് അല്ല. ഇപ്പം ഇതില്ലാത്തവർക്ക് നമ്മുടെ റെഗുലർ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയാലും മതി. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ അത് ഇട്ടിട്ട് 10 മിനിറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വയ്ക്കും. എന്നിട്ട് നമ്മളത് ഉപയോഗിക്കത്തുള്ളേ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇളക്കി വെച്ച ഈസ്റ്റ് ആക്ടിവേറ്റ് ആവട്ടെ. ആ സമയം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഗ്രേപ്സ് കണ്ടോ, കോൺകോർഡ് ഗ്രേപ്സ്. ഇത് ഞങ്ങൾ പറിക്കാൻ പോയായിരുന്നു, പറിച്ചു കൊണ്ടുവന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു, നല്ല പഴുത്തായിട്ടാണ്, ഭയങ്കര സ്വീറ്റ് കൂടെയാണ് ഇത്. അപ്പോൾ ഇതൊരു 3.5 കിലോ ഗ്രേപ്സ് ഉണ്ട്, 3 ലിറ്റർ വെള്ളമുണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇതിനു വേണ്ടി 1 കിലോ ഷുഗറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് തിളപ്പിച്ചരച്ച് വെള്ളത്തിലേക്ക് ഇടുക. ചെറിയ ചൂടോടെ തന്നെ വെള്ളത്തിലിട്ട് ഇളക്കി വെച്ച് അലിപ്പിച്ച് വെച്ചാൽ അത് അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി അത് മിക്സ് ആവട്ടെ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രേപ്സാണ്. അത് ഭയങ്കര ഡ്രൈ ആക്കിയില്ല. അതായത് തുണിയിലിട്ടിട്ടൊന്ന് വെള്ളമയം പൊക്കിയെടുത്താണ്. അലക്കിയെടുത്ത പാത്രത്തിലിട്ട് കുറച്ച് നേരം വാരി വെച്ച് കഴിയുമ്പോൾ വെള്ളമയം ഒക്കെ അങ്ങ് പോകും. എന്നിട്ട് നമ്മൾ ഗ്രേപ്സ് തന്നെ എടുക്കാം. ഫംഗസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളമായി ഒന്നും ഇല്ലാതെ ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഗ്ലാസ് ജാറിലേക്ക് ഇടുകയാണേ. നിങ്ങൾ നല്ല ഫുഡ് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഉണ്ട്, അങ്ങനെയുള്ള കണ്ടെയ്നർ ഉണ്ട്, നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിലിടാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലിടരുത്, ഗ്ലാസ്സോ ഭരണിയോ ഒക്കെ എടുക്കണം. എപ്പോൾ എടുത്താലും എല്ലാ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം സാനിറ്റൈസ് ചെയ്യണം. അപ്പോൾ ഗ്രേപ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ പൊട്ടറ്റോ മാഷറൊക്കെ അത് വെച്ച് ഗ്രേപ്സ് നന്നായിട്ട് ഉടയ്ക്കുക. നിങ്ങൾ കൈ കൊണ്ട് ഞെരടി ഉടച്ചാലും മതി. അപ്പോൾ ഈ മാഷർ വെച്ചിട്ട് നന്നായിട്ട് എല്ലാത്തിനും അങ്ങ് ഉടയ്ക്കണം. നന്നായിട്ട് ഉടച്ചു കാണാമല്ലോ നിങ്ങൾക്കതിൽ. നന്നായിട്ട് പേസ്റ്റ് നോക്കിയില്ല, എല്ലാം നല്ല ഒന്ന് ചതഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഗ്രാമ്പൂ ഇടുകയാണേ. അതിലേക്ക് ഇച്ചിരി പട്ട ആഡ് ചെയ്തു. പിന്നെ
ഒരു അര നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. രുചിയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് നാരങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കലക്കി വെച്ചിരിക്കുന്ന വെള്ളം, തിളപ്പിച്ചാർച്ച വെള്ളം, അത് 3 ലിറ്റർ ഉണ്ട്, അത് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയാണേ. ഷുഗർ വെള്ളവും ഗ്രേപ്സും ഒക്കെ കൂടെ കിടന്ന് മിക്സ് ആവട്ടെ. ഈ ഷുഗർ ആഡ് ചെയ്തില്ലും കുഴപ്പമില്ല, കാര്യം നാച്ചുറലി ഷുഗർ ഉണ്ട് ഈ ഗ്രേപ്സിനൊക്കെ. അപ്പോൾ അതുപയോഗിച്ച് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ ഈസ്റ്റ് ഇടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, കാര്യം നാച്ചുറലി നമ്മുടെ എയറിലൊക്കെ ഇഷ്ടംപോലെ ഈസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുപയോഗിച്ച്, പക്ഷേ സമയം എടുക്കും, കുറച്ച് സമയം കൂടുതലെടുക്കും. പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളൊക്കെ താമസിക്കുന്നിടത്താണെങ്കിൽ കുറേ സമയം എടുക്കും. ആ സമയം കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ഗ്രേപ്സ് അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഈസ്റ്റ് ഞാൻ ഇട്ടതാണ്. ഈസ്റ്റ് ഇല്ലാതെ ചൂട് കാലാവസ്ഥയിലൊക്കെ താമസിക്കുന്നവർക്ക് ഈസ്റ്റ് ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് അതും കൂടെ ആഡ് ചെയ്യാം. ഈസ്റ്റിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് ആൽക്കഹോൾ ആക്കുക എന്നുള്ളേ ഉള്ളൂ. അതാണ് അതിൻ്റെ. അപ്പോൾ ഈസ്റ്റിനെ ഫീഡ് ചെയ്യാനാണ് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുന്നത്. നല്ല മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ പക്ഷേ ഇച്ചിരി അങ്ങ് ഇട്ടതാണ്. മധുരമുള്ള ഈ ഗ്രേപ്സ് തന്നെയായിരുന്നു. ഇത് നല്ലതായിട്ട് ചേർത്ത് അടയ്ക്കാൻ പാടില്ല, അതിന് എയർ പുറത്തേക്ക് പോകണം. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് മേലോട്ട് വന്നിട്ട് ഇതിൻ്റെ എല്ലാം അടപ്പൊക്കെ അടച്ച് അതിനെ തള്ളി പുറത്ത് കളയും. അതുകൊണ്ട് ചേർത്ത് അടയ്ക്കൽ. ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാനായിട്ട് ഒരു ലൂസായിട്ട് അടയ്ക്കണം. ഞാനിതിൽ ഒരു തുണി വെച്ച് അടയ്ക്കും, നമ്മുടെ തോർത്ത് പോലത്തെ ഒരു മെഷ് തുണി. എന്നിട്ട് അതിൻ്റെ പുറത്ത് ലൂസ്ലി അടപ്പ് വയ്ക്കത്തേ ഉള്ളൂ. ഇത് ഡേ 3 ആണ്. ഇന്നലെ എടുത്തായിരുന്നു. ഡേ 2 എടുത്തപ്പം വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഇത് കണ്ടില്ല, 3-ാം ദിവസമാണ്. ഇളക്കാം. തള്ളി എയർ പുറത്ത് പോകാൻ വരുന്ന വഴിക്ക് താഴെ കിടക്കുന്ന ചതഞ്ഞ് കിടക്കുന്ന ഗ്രേപ്സിനെ എല്ലാം തള്ളി മേളിക്കൊണ്ടുവരുവാണേ. ഒരു ദിവസം കൂടെ, നാളെ കൂടെ കഴിഞ്ഞ് മറ്റന്നാൾ ഇത് ഫസ്റ്റ് ഫെർമെൻറ്റേഷൻ കഴിയും. അപ്പോൾ എന്നിട്ട് നമുക്ക് എടുക്കാം. 6-ാമത്തെ ദിവസമാണ് കേട്ടോ. സ്റ്റിൽ ഇത് ബബ്ലിംഗ് ആണ്. ഇത് കണ്ടില്ലേ, ഒരു ലെയർ പോലെ ഇവിടെ നിൽക്കുന്നത്, ജ്യൂസ് താഴെ. അപ്പോൾ ഇന്ന് ഇളക്കി വെക്കാം. പ്രസ് ചെയ്യാം ഞാൻ, കണ്ടോ, ഒരു ലെയർ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പം നമ്മളത് പ്രസ് ചെയ്ത് ഇളക്കി ലെയറെല്ലാം ഒന്ന് പുറത്തോട്ട് പോയി. എന്നിട്ട് വീണ്ടും ഇതിനെ അടച്ചു വയ്ക്കാം. അപ്പോൾ 7 ദിവസം, ഇന്ന് 7-ാം ദിവസമാണ് ഗ്രേപ്സ് കൊണ്ടുവിട്ട് വെച്ചിട്ട്. ഫസ്റ്റ് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞു. ഇനി ഇത് ഞാൻ വേറെ ബോട്ടിലേക്ക് മാറ്റും. ഇത് കണ്ടോ, ഡാർക്ക് റൂമിൽ വെക്കുന്നതിന് പകരം ഞാൻ ടീഷർട്ടാണ് ഇട്ട് വെച്ച് കവർ ചെയ്തിരുന്നത്. അപ്പം സൗകര്യമായിരുന്നല്ലോ. അപ്പോൾ ഇത് തുറക്കുകയാണേ. തുറന്നിട്ട് കണ്ടു, ഇതിൻ്റെ അകം കണ്ടോ, തൊലിയൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ. ഈ തൊലി ഇത്ര ദിവസം വെച്ചിരുന്നത് കൊണ്ട്, തൊലിയോടുകൂടി ഇട്ട് വെച്ചിരുന്നത് കൊണ്ടാണ് ഈ ഗ്രേപ്സിൻ്റെ ജ്യൂസിന് ഇത്ര കളർ വന്നേക്കുന്നത്. ഇതിൻ്റെ അത് തണ്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, ഗ്രേപ്സ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മോൾവശം കണ്ടിങ്ങനെ ഒരു ലെയർ പോലെ ഇരിക്കുന്നത്, അത് ഞാനിപ്പോൾ തൊടത്തില്ലേ. അതിനെ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇത് കണ്ടോ, സൈഫൺ, ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം ഇതിലേക്ക് ഇറക്കി വെച്ച് ഈ അറ്റം ഇവിടെ വെച്ചിട്ട് ജ്യൂസ് അപ്പോൾ ഇതിലേക്ക് അങ്ങ് പൊയ്ക്കോളും. ഇത് നമുക്ക് താഴെ കിടന്ന ജ്യൂസ് തന്നെ എടുക്കാം. അപ്പോൾ അതുപോലെ ഇത് കണ്ടോ, ഇതിൽ നമ്മുടെ സിറിഞ്ച് പോലെ ഇങ്ങനെ ആർക്കും പ്രഷർ കാരണം തന്നെ ഇതിലേക്ക് പൊക്കോളും. ഇപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഇതുപോലത്തെ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ, 2 അറ്റം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ട്യൂബ് ഉണ്ടെങ്കിൽ വാവിച്ച് വലിച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, മുകളിലാണ് വെക്കണ്ടേ, ഇച്ചിരി ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ട് താഴേക്ക് ജ്യൂസ് പോകത്തുള്ളേ. അപ്പോൾ കാണിക്കട്ടെ, കണ്ടോ നിങ്ങൾ വരുന്നത് കണ്ടോ, ജ്യൂസ് വരുന്നു. ആ പ്രഷറും കൊണ്ട് അത് ഒഴുകുന്നേ കണ്ടോ. പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, വൺസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വീണോളൂ. നല്ല റെഡ് കളറല്ലേ ജ്യൂസ് വീഴുന്നേ.
ഇളക്കിയിട്ടില്ല, ജ്യൂസ് മാത്രമാണ് വീഴുന്നത്. പക്ഷേ ഇതിൻ്റെ ഇച്ചിരി അരിയൊക്കെ വന്നിട്ടുണ്ട്. അരിയും ഒക്കെ ഇതൊക്കെ സെഡിമെൻ്റ് ഇതൊക്കെ ഇങ്ങ് അടിഞ്ഞോളും കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ. ഇപ്പോൾ കണ്ടോ, ഇത് 1 ഗാലനാണ് ഈ ബോട്ടിൽ. അപ്പോൾ എനിക്ക് അത്രയും ആയി ഞാൻ ഇങ്ങനെ എടുത്തു. ഇനി ഇത് പിഴിയാനുണ്ട്. ഇത് പിഴിയാതെ നമ്മൾ ജ്യൂസ് മാത്രം എടുത്തത്. പക്ഷേ ഇച്ചിരി കുറച്ച് സ്കിന്നൊക്കെ അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി സെക്കൻഡ് ഫെർമെൻറ്റേഷൻ കഴിയുമ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ പൊക്കോളും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കളർ നോക്കി, എന്തോ കളറാണ് നോക്കി. അത് തൊലിയിട്ട് ഫെർമെൻറ്റ് ചെയ്തുകൊണ്ടാണ്. ബാക്കിയുള്ളത് ഇനിയും ഞെക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യം ജ്യൂസ് തന്നെ ഊറ്റി എടുത്തിട്ട് പിന്നെ നിങ്ങൾ പിഴിയാവുള്ളേ. സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ലിക്വിഡാണ്. എന്നുവെച്ചാൽ പൊടിയാണ്, പൊട്ടാസ്യം ബൈസൾഫൈറ്റ്. അപ്പോൾ അത് ഒരു ടീസ്പൂൺ വെള്ളത്തിലിട്ടിട്ട് 2 ടീസ്പൂൺ ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അത് അടിക്കുക, സ്പ്രേ ചെയ്യേ. ഇങ്ങനെ നമ്മൾ എല്ലാത്തിലും എടുക്കുന്ന എല്ലാത്തിലും ഇങ്ങനെ സ്പ്രേ ചെയ്യും. എന്നിട്ട് അതങ്ങ് വാഷ് ചെയ്യുകയും ചെയ്യണേ. ബിക്കോസ് സൾഫൈറ്റ് ഈ കടകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സൾഫൈറ്റ് അവർ ഒത്തിരി ഉപയോഗിക്കുന്നത് അഴുക്കായി പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ആകുമ്പം സൾഫൈറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് വൈൻ കുടിക്കുമ്പം തലവേദന വരുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല. അപ്പോൾ സൾഫൈറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് അത്യാവശ്യം മാത്രം കഴുകിയെടുത്താൽ മതി. പിന്നെ അത്യാവശ്യം ഇങ്ങനെ നമ്മൾ സ്പ്രേ ഒന്നും ചെയ്യും, എന്നിട്ട് വാഷ് ചെയ്തെടുക്കും. അപ്പോൾ എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം വൃത്തിയായിട്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉള്ള ജ്യൂസും കൂടെ എടുക്കണം. മൊത്തം ജ്യൂസും എടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു കൈ വെച്ചിട്ട് നല്ലൊരു ഞെരടി പിഴിഞ്ഞെടുക്കാം. അല്ല തോർത്തിലൊക്കെ കെട്ടിയിട്ടേ നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. ഞാനൊരു തുണിയിലോട്ട് കെട്ടിപ്പോൾ ഇത് പിഴിഞ്ഞെടുക്കും. അടിയിലുള്ളതേ ഇപ്പോൾ തോർത്തിൻ്റെ അകത്ത് പിഴിഞ്ഞെടുക്കുകയാണ്. എനിക്ക് വലിയ ക്രഷറുണ്ട്, പക്ഷേ ഇത് ഇത്രയും ഇച്ചിരി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മളങ്ങ് പിഴിഞ്ഞെടുക്കും. ബാക്കി കണ്ടോ ജ്യൂസ് വരുന്നുണ്ട്. അത് ബാക്കിയുള്ളത് കണ്ടോ പിഴിഞ്ഞെടുത്തു. മൊത്തം തോർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തു. എന്നിട്ട് ഇത്രയും ജ്യൂസും കൂടെ കിട്ടി. ഇതിനി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മോള് വരെ നിറയ്ക്കത്തില്ല, ഒരു ഇത്രയും നിറയ്ക്കത്തുള്ളൂ. കാര്യം ഇനിയും ഇരുന്ന് ഫെർമെൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ ബബിൾസ് കൊച്ചതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിറച്ച് മേളി വരെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊളി പോകത്തില്ല ഫെർമെൻറ്റേഷൻ നടന്നിട്ട്. അതുകൊണ്ട് നമ്മൾ സേഫ് സൈഡ് ഇവിടെ വരെ ഒഴിക്കത്തുള്ളൂ. അപ്പം ഒഴിക്കാം. ഇതിനെ നമ്മൾ യങ് വൈൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ മെച്ചുവർ ആയിട്ടുള്ളല്ലോ, ഒഴിച്ചിട്ട് 7 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇത് കുടിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, പക്ഷെ ഒരിക്കലും ഇതൊരു വൈൻ എന്ന് പറഞ്ഞ് കുടിക്കാൻ പറ്റില്ല. ജ്യൂസ്, ഫെർമെൻറ്റ് ചെയ്ത് ജ്യൂസ് എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റും. കണ്ടോ ഒഴിച്ചു. എന്നിട്ട് ഇനിയും ഇത് അടപ്പുകൊണ്ട് അടയ്ക്കുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടാൻ വേണ്ടി എയർ ലോക്ക് ഉണ്ട്. അപ്പം എയറിനെ പുറത്തേക്ക് കളയാം. അത് വെച്ച് അടയ്ക്കാൻ പോവാണേ. ഇത് കോർക്ക്, നമുക്ക് കോർക്ക് മറ്റേത് കിട്ടും, വേറെ ഉണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള, എപ്പോഴും കാണും. ഇത് റബ്ബറാണ്. അപ്പോൾ മറ്റേ കോർക്ക് വാങ്ങിച്ചാലേ അത് പൊടിഞ്ഞു പോകും 2 യൂസ് കഴിയുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ ഇരുന്നോളും. അപ്പോൾ ഇതും കൊണ്ട് അടയ്ക്കുക. എന്നിട്ട് ഇത് എയർ ലോക്ക് ഇതിലോട്ട് കുലുക്കി വെക്കുക. ഇതിൽ മാർക്കുണ്ട്, ഇത് കണ്ടോ വെള്ളത്തിൻ്റെ മാർക്ക്. ആ മാർക്ക് വരെ നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം അല്ലെങ്കിൽ നമ്മുടെ സൾഫൈറ്റ് സൊല്യൂഷൻ ഒഴിക്കണം. സൾഫൈറ്റ് സൊല്യൂഷൻ എനിക്കിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി. കണ്ടോ മാർക്ക് വരെ എത്തിയില്ലേ, ഡ്രോപ്പും കൂടെ. എയർ ബബിൾസ് ഇതിൻ്റെ അകത്ത് ഫെർമെൻറ്റ് നടക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരും, അത് കാണാൻ പറ്റും. അകത്തു നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും പോകും, പുറത്തുനിന്നുള്ള ഓക്സിജൻ അകത്തേക്ക് കയറത്തുമില്ല. ഇതിന് ഒരു അടപ്പും കൂടി ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതിന് കിഴുത്തുണ്ട് ഈ അടപ്പിന്. ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇരുന്നോളും. ഒരു 3 മാസം ഇതിങ്ങനെ വെക്കും. ഈ 3 മാസം ഇരുന്നതിന് ശേഷം മാത്രമേ ഈ ബോട്ടിലിൽ നിന്ന് നമ്മുടെ വൈൻ ബോട്ടിലുണ്ടല്ലോ അല്ലാത്ത ആ ബോട്ടിലേക്ക് മാറ്റത്തുള്ളൂ. അത് മാറ്റുമ്പോൾ ആ വൈൻ ബോട്ടിലൊക്കെ ഇവിടെ വരെയും അങ്ങ് നിറച്ചിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് സീൽ ചെയ്ത് അങ്ങ് സ്റ്റോർ ചെയ്തേക്കും. 1, 2, 3 എത്ര വർഷം വേണമെങ്കിലും വെക്കാം. അങ്ങനെ വെച്ചതിന് ശേഷമേ വൈൻ എടുക്കാവുള്ളൂ. അപ്പോഴാണ് വൈൻ നല്ലതാവുക, അതിന് ടേസ്റ്റ് ആവുക. ഒരാൾക്ക് ഒരു അഡൽട്ട് സ്ത്രീ ആണെങ്കിൽ 1 ഗ്ലാസ് കുടിക്കാം, പുരുഷൻ 2 കുടിക്കാം. പക്ഷേ അതിൽ എത്രമാത്രം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം തന്നെ കുടിക്കാൻ പറ്റത്തുള്ളൂ. അത് വീട്ടിലുണ്ടാക്കുന്നതിനാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അത് വൈനെടുത്ത് കുടിച്ചേച്ച് ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ലേ. അപ്പോൾ അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന നല്ല വൈനാണിത്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പമാണ്, സിമ്പിളാണ് മെത്തേഡ്. ഈസ്റ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം എല്ലാ ദിവസവും ഇളക്കുക, പിന്നെ അത് അവിടെ ഇരിക്കുക. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുന്നതാണ് വലിയത്. അതിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് 2 ഫസ്റ്റ് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞവരെ ബോട്ടിൽ മാറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും എയർ ലോക്ക് തന്നെയാണ്. മറ്റേത് വേറെ സൈസ് കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ മറ്റേ ഞാനിപ്പോൾ ഒഴിച്ചു വെച്ച ജാറിൽ നിന്നും പോകും, അല്ല ബോട്ടിൽ നിന്ന് പോകും.
ഇതുപോലെ അത് പോപ്പിൾ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരണ്ടേ. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും, ഇത് അകത്തേക്ക് പോകത്തില്ല. ഈ ടൈപ്പിൽ എയർ ലോക്ക് ഉണ്ട്, മറ്റേ ടൈപ്പിൽ എയർ ലോക്ക് ഉണ്ട്, 2 ടൈപ്പും ഉണ്ട്. ഈ ട്യൂബിലേക്ക് ഞാൻ കുറച്ച് യങ് വൈൻ ഒഴിക്കുവാണേ. ഇവിടെ വെക്കിട്ട് ഞാൻ താഴെ. ഇതാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്യണം, നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കഴിയാലും മതി. എന്നിട്ട് ഇതിലേക്ക് ഇടാൻ പോവാം. ഇതൊന്ന് കറക്റ്റ് നോക്കാം, എന്തെങ്കിലും ബ്ലോക്ക് ആകണ്ടേ നമുക്ക്. ഇപ്പോൾ റീഡിങ് ഇത് കണ്ടോ, 0.990 1 തുടങ്ങി മേലോട്ടെല്ലാം വൈനാണ്. അപ്പോൾ എനിക്ക് അത്ര ആയിട്ടില്ല, വൈൻ എനിക്ക് താഴെ. അപ്പോൾ ഇനി കുറച്ചും കൂടെ വെച്ചിട്ട് അത് ഫെർമെൻ്റ് ആയി കഴിഞ്ഞിരുന്ന് വൈനാവും.